ഇപ്പോൾ കെ വി നമുക്കൊപ്പം ഉണ്ട്. കെ വി തൃശ്ശൂർ CPM ജില്ലാ സെക്രട്ടറി. കെ വി, ഇപ്പോൾ ഒരു വലിയ വാർത്തയാണ്. ഞാൻ അതിൽ ആദ്യം ചോദിച്ചോണ്ടങ്ങ് തുടങ്ങാം. SDP വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് ഇപ്പോൾ? അല്ല, ഞാനിത് ആദ്യം പറയാം. അതായത് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഈ 10 വർഷവും അതിന് മുമ്പത്തെ UDFൻ്റെ 5 വർഷവും താരതമ്യം ചെയ്താൽ തന്നെ ജനങ്ങൾക്കിടയിൽ നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനെ ആര് പുകഴ്ത്തുന്നു ആര് എതിർക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ തെറ്റായ നിലപാടെടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ അത് ശരിയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടട്ടെ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ടാണ്, അതിൻ്റെ ജനപിന്തുണയിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ SDP പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ ലത്തീഫ് പറഞ്ഞത് മുസ്ലിം ഏകീകരണം കോൺഗ്രസിന് അനുകൂലമായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ, ഇക്കുറി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. SDP-യുടെ ആ നിരീക്ഷണം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകളെ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിനെ പിന്താങ്ങണം. ഞാൻ എൻ്റെ ഒരു FB പോസ്റ്റിൽ ഇത് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം, പ്രത്യേകിച്ച് 92-ന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ നിലപാടുകൾ, ബാബറി മസ്ജിദിൻ്റെ തകർച്ച, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈവൻ വഖഫ് ഭേദഗതി ബില്ലിൽ പോലും കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, ഇതൊക്കെ കാണുമ്പോൾ എന്തിന് കോൺഗ്രസിനെ പിന്താങ്ങണം എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ SDP-യുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ചില മണ്ഡലങ്ങളിൽ നിന്ന് CPM ഇപ്പോൾ കരുതുന്നുണ്ടോ എന്നാണ്. കാര്യം SDP വോട്ട് തരാൻ തയ്യാറാണെങ്കിൽ വോട്ട് വാങ്ങാൻ CPM ഒരുക്കമാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF എന്ന നിലയിൽ മാത്രമാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തി അവർ യഥാർത്ഥത്തിൽ കളിച്ച ആ പ്ലേ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ ഏറെക്കാലം കബളിപ്പിക്കാനാവില്ല. ജനങ്ങളുടെ മുന്നിൽ വസ്തുതകളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളോട് പോലും കോൺഗ്രസ് എടുത്ത നിലപാട് BJP-യുടെ സമീപനത്തിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുന്നില്ല, വിഹിതം നൽകുന്നില്ല. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം കെ വി. അല്ല, ഞാൻ ഈ SDP-യിലേക്ക് മാത്രം തോന്നുന്ന കാര്യം അതിലൊരു CPM ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞു SDP അടക്കമുള്ള ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് വേണ്ട, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻവേർട്ടഡ് കോമ, ഇത്തരത്തിൽ 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല, ഇൻവേർട്ടഡ് കോമ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ ആ വാചകം SDP-യുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ ആരുമായിട്ടും സഖ്യം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ധാരണ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. ഇപ്പൊ മണ്ഡലത്തിൽ സർക്കാരിനെ ഒരാൾ പുകഴ്ത്താൻ വന്നാൽ പുകഴ്ത്തരുത് എന്ന് പറയാൻ പറ്റൂല. പുകഴ്ത്തൽ നിരോധിച്ചിരിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർക്കാരിനെ പുകഴ്ത്താനായിട്ട് SDP വരുമ്പോൾ SDP സർക്കാരിനെ പുകഴ്ത്തരുത് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ സീറ്റിൻ്റെ കാര്യത്തിൽ, വോട്ടിൻ്റെ കാര്യത്തിൽ SDP അങ്ങനെ തീരുമാനമെടുത്താൽ CPM വോട്ട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് KVക്ക് ഒരു അവസരം കൂടി തരാം. അങ്ങനെ CPM സ്വീകരിക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയുമോ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മുന്നണി വളരെ കൃത്യമാണ്. ഞങ്ങൾ മുന്നണിയായിട്ട് ഇലക്ഷൻ നേരിടുന്നു, സ്ഥാനാർത്ഥികൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നയങ്ങളിൽ ആകൃഷ്ടരായിട്ട് വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താധാരയുള്ള ആളുകൾ വോട്ട് ചെയ്തേക്കാം. ഇവിടെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇന്ന അനുഭാവികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിരോധിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട സാഹചര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ള നിലപാടാണ്. അത് കൃത്യമായ നയത്തിലും നിലപാടിലും ഊന്നി നിന്നുകൊണ്ടാണ്. അതുകൂടി പ്രധാനപ്പെട്ട ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വോട്ട് സ്വീകരിക്കും എന്ന് തന്നെയാണ്. ഏത് കക്ഷി തന്നാലും അത് സ്വീകരിക്കും. അതാണ് ഇപ്പോൾ KVയും പറഞ്ഞിരിക്കുന്നത്. KV, ഞാൻ ഒരു വാർത്ത കൂടി ഒന്ന് എടുത്തോട്ടെ. ഒരു വാർത്ത കൂടി വരുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു